എല്ലാവർക്കും നമസ്കാരം. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തെക്കുറിച്ചാണ് ഈ ഷോർട്ട് വീഡിയോ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളെക്കുറിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും വരാൻ പോകുന്ന ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും കണക്കിലെടുത്ത് 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കുടിശ്ശിക തുക നൽകി തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ധനമന്ത്രി ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുകയുമുണ്ടായി. പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനു വേണ്ടി അടുത്തയാഴ്ച സർക്കാർ 1500 കോടി രൂപ റിസർവ് ബാങ്ക് മുഖേന കടമെടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷൻ ഏതാണ്ട് 10 മാസത്തോളമായി കുടിശ്ശികയായി കിടക്കുകയാണ്. അതും കൊടുത്തു തീർക്കാനാണ് തീരുമാനം. കൂടാതെ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗർക്കുള്ള പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഏതാണ്ട് 6 മാസക്കാലത്തോളമായി കുടിശ്ശികയായി കിടക്കുകയാണ്. ഇതിൽ 5 മാസത്തെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി തന്നെ ഏതാണ്ട് 4000 കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാരിന് ചെലവഴിക്കേണ്ടി വരുന്നത്. ഇതിൽ 1 മാസത്തെ കുടിശ്ശികയായ 1600 രൂപ അടുത്തയാഴ്ച വിതരണം ചെയ്യുമെന്നും 5 മാസത്തെ കുടിശ്ശിക തുകയായ 8000 രൂപ അധികം വൈകാതെ തന്നെ നൽകുമെന്നുമാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കുടിശ്ശികയെല്ലാം തീർത്ത് നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 9600 രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. വരാൻ പോകുന്ന നിയമസഭാ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് അടുത്തയാഴ്ച 1 മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ വിതരണം ചെയ്യുകയും തുടർന്ന് കുടിശ്ശിക വരുന്ന തുകകൾ ഒരുമിച്ചോ 2ഓ 3ഓ തവണകളായോ കുടിശ്ശിക തീർത്ത് നൽകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.